പാവം ഗംഗ ആഗ്രഹിച്ച് കഴിക്കാതിരുന്നതാ. എന്ത് ചെയ്യാനോ, അത് കഴിക്കാനുള്ള യോഗ ഇല്ലാതായി പോയി. ഗംഗ മോളെ പോയത് പോയി, ഒരു ഫ്രഷ് പ്ലേറ്റ് എടുത്ത് കഴിക്കാം. ഇതിൽ കഴിച്ചോളൂ. കുറച്ച് ഫ്രൈ. കല്യാണി, എല്ലാവരും പോയി, നീ വേഗം പോകാൻ നോക്ക്. ശരി ചേച്ചി. ഗംഗേ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ? ഓ, ആനന്ദിന്റെ പാത്രത്തിൽ കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമാ? ദേ, ആണെങ്കി അതങ്ങ് മറന്നേക്ക്. അരവിന്ദിന്റെ കൈ തട്ടി പാത്രം വീണ് ഉടഞ്ഞു പോയതുകൊണ്ടല്ലേ? അല്ല ആന്റി, അതറിയാതെ വീണുടഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കറക്റ്റ്, അതറിയാതെ വീണുടഞ്ഞതൊന്നും അല്ല. അരവിന്ദ് ആനന്ദ് കഴിച്ച പാത്രത്തിൽ നീ കഴിക്കണ്ടെന്ന് തീരുമാനിച്ചുറപ്പിച്ച് മനഃപൂർവ്വം തട്ടിയിട്ട് പൊട്ടിച്ചതാണെന്ന് ഏത് പൊട്ടനും പൊട്ടിക്കും മനസ്സിലാവും. അതെനിക്ക് അപ്പോഴേ മനസ്സിലായി. അതിൽ നിറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അതല്ല ആന്റി, ഈ കാര്യത്തിൽ അരവിന്ദ് ഏട്ടൻ എപ്പോഴും ആനന്ദേട്ടന്റെയും കല്യാണിയുടെയും പക്ഷത്താ. എന്റെ സംശയം അതല്ല, അന്ന് പ്രിയങ്കയുടെ കല്യാണം മുടങ്ങിയ പോലെ ഈ കല്യാണം മുടങ്ങുന്ന. ജയന്തി, അയ്യോ ആന്റി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നീ ഒന്നും പറയണ്ട. ഇപ്പൊ ഊണ് കഴിച്ചതല്ലേ ഉള്ളൂ, എന്നിട്ടും നിന്റെ വായിക്ക് എക്സസൈസിന് ഒരു കുറവും ഇല്ലല്ലോ. അതും ചെയ്തങ്ങ് ഇരുന്നാ മതി. ആവശ്യമില്ലാത്തടത്ത് അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു, തീറ്റപ്രാന്തി. ഓ, ഉണ്ടൂല. അവളെ കുറ്റപ്പെടുത്തണ്ട ആന്റി. ഇപ്പൊ ഈ കല്യാണം നടക്കുമോന്ന് എനിക്കും സംശയവും ഭയമൊക്കെ തോന്നി തുടങ്ങി. എന്താ ഗംഗ ഇത്? ഇവളെന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറഞ്ഞുന്ന് വെച്ച് നീയും ഇങ്ങനെ തുടങ്ങിയാലോ? വിവരക്കേടു അതല്ല ആന്റി, അന്ന് ഈ മത്സരത്തിൽ ഞാൻ ജയിക്കുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് പൂവിട്ട് നോക്കിയത് എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഒരു പ്രസ് മീറ്റ് വിളിച്ച അഖിലാന്റിയെ കൊണ്ട് ഞാനാണ് തൃച്ചംബരത്തെ മൂത്ത മരുമകൾ എന്ന് അനൗൺസ് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അരവിന്ദ് അത് ബുദ്ധിപൂർവ്വം കളിച്ചു മുടക്കി. പുറമേയുള്ള ശത്രുക്കളെ പരാജയപ്പെടുത്താൻ എന്നും എളുപ്പമാണ്. പക്ഷെ കൂടെയുള്ളവരിൽ ഒറ്റുകാരുണ്ടെങ്കിൽ ഒരിക്കലും ലക്ഷ്യം നേടാൻ പറ്റിയെന്ന് വരില്ല. അതാ ഇപ്പൊ എന്റെ കൺഫ്യൂഷൻ. ഗംഗേ, അരവിന്ദിനെ കുട്ടിക്കളി മാറാത്ത ഒരു പയ്യനായി കണ്ടാ മതി. അവനെ കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും വേണ്ട, അവന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ദേ നോക്ക്, തളരരുത്, ഞാനുണ്ട് കൂടെ. ഇങ്ങനെയുള്ള നിസാര കാര്യത്തിന് നീ തളർന്നു എന്നറിഞ്ഞാൽ അവര് കൂടുതൽ കൂടുതൽ നിന്നെ തളർത്താൻ നോക്കും. അതിനവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ലക്ഷ്യമാണ് പ്രധാനം, അത് മറക്കരുത്. വിഷമിക്കണ്ടേ.
തളരാനോ? നാഗങ്ങൾക്ക് തളർച്ചയോ? പതുങ്ങി കിടക്കുന്നത് പത്തി വിടർത്തി ആഞ്ഞു കൊത്താനോ? ഫോൺ എവിടെ പോയി? ചാർജർ മാത്രല്ലേ കാണുന്നുള്ളൂ. ഈ മൊബൈൽ എവിടെ പോയി? ചിലപ്പോ അനിയൻകുട്ടൻ ഗെയിം കളിക്കായിരിക്കും. അനിയൻകുട്ടാ, ചേച്ചി, നീ എന്റെ മൊബൈൽ എടുത്തോ? ഇല്ല ചേച്ചി, ഞാൻ കുളിക്കുക. വലിയ ഫോൺ വിളിച്ചതിന് എന്താ ചെയ്യാ? ഫോൺ ഇതെവിടെ? ദേവി, ഫോൺ തൃച്ചംബരത്ത് കിച്ചണിലായി പോയല്ലോ. ഈശ്വരാ, ഇതിനിടയിൽ വലിയ ഫോൺ വിളിച്ചാൽ ആകെ പ്രശ്നമാവും. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോവാനും പറ്റില്ല. സുജാതേച്ചി വിളിച്ചറിയിച്ചാ മതിയായിരുന്നു. പക്ഷെ അതിനിവിടെ ഫോണും ഇല്ലല്ലോ. ഈശ്വര, ഫോൺ കിച്ചണിൽ ഇരുന്ന് റിങ് ചെയ്യുന്നത് എങ്ങനെ ആരെങ്കിലും കേട്ടാ? ദേവി, എന്താ ഒരു വഴി? ഈശ്വര, ആന്റി, ആ ഗംഗ വരൂ. എന്തു പറ്റി ഗംഗേ? എന്നോടെന്തോ പറയാൻ വന്നിട്ട് നീ എന്തിനാ മടിക്കുന്നത്? പറയൂ പറയൂ മോളെ. അത് ആന്റി, ഞാൻ പറയാം. ചേച്ചിയോട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം. എന്നാലും സ്വന്തം കാര്യം ആയതുകൊണ്ട് ഗംഗയ്ക്ക് പറയാൻ മടി. അതുകൊണ്ടാ. ഗംഗയുടെ അച്ഛൻ വിളിച്ചിരുന്നു. ആനന്ദും ഗംഗയുമായിട്ടുള്ള എൻഗേജ്മെന്റിന്റെ തീയതി എടുത്തൊന്ന് ചോദിച്ചു. ഞാനും നോക്കിയപ്പോ അത് നല്ലതാണെന്ന് തോന്നി. കല്യാണത്തിന് മുമ്പ് ഒരു ഉറപ്പ് ഏതായാലും നല്ലതാണല്ലോ. സ്റ്റോപ്പ് ഇറ്റ്. ഗംഗ, എന്താ ഇത്? മീഡിയാസിന്റെ മുന്നിൽ ബ്രാൻഡ് അംബാസിഡർ മത്സരത്തിൽ ജയിക്കുന്നവളായിരിക്കും ആനന്ദിന്റെ പെണ്ണെന്ന് പ്രഖ്യാപിച്ചത് നീ അങ്ങ് മറന്നോ? ഒരുപക്ഷെ നീ തന്നെ ജയിക്കുമെന്നുള്ള ഉറപ്പിൽ ഞാനൊരു എൻഗേജ്മെന്റ് വെച്ചാൽ പിന്നെ ഈ ബ്രാൻഡ് അംബാസിഡർ മത്സരം വെറും ഒരു പ്രഹസനമാണെന്ന് മീഡിയാസിൽ വാർത്ത പരക്കും. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് അതിന്റെ നാണക്കേട്. കമ്പനിയിൽ കസ്റ്റമേഴ്സിനുള്ള വിശ്വാസവും ഗുഡ്വില്ലും ഒക്കെ അതോടെ തകർന്നടിയും. കമ്പനിയുടെ മുന്നിൽ നിന്ന് ആളുകൾ പുച്ഛിച്ച് ചിരിക്കും. അല്ല, ആദ്യമേ തന്നെ കല്യാണ തീയതി മാത്രമാണല്ലോ തീരുമാനിച്ചത്. എൻഗേജ്മെന്റിനെ കുറിച്ച് സംസാരിച്ചതേ ഇല്ലല്ലോ. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെയൊരു തോന്നല്? അത് ചേച്ചി, ഗംഗയുടെ മനസ്സിൽ ഈ മത്സരത്തിൽ ജയിക്കാനാകുമോ എന്നൊരു ഭയം വന്നു തുടങ്ങി. അതാ ഇപ്പോ. അന്ന് ടിവിയിൽ വാർത്ത വന്ന ദിവസം ഞാൻ ആനന്ദിനെ കൊണ്ട് മറ്റൊരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി വാർത്ത ഫേക്ക് ആണെന്ന് അറിയിക്കാൻ നോക്കിയതാ. നീ ഒറ്റ ഒരുത്തി അതിന് സമ്മതിക്കാതിരുന്നത്. അന്ന് നീ തന്നെ മത്സരത്തിൽ ജയിച്ച് തൃച്ചംബരത്തെ മൂത്ത മരുമകളായിരിക്കുമെന്ന് പറഞ്ഞത് മറന്നോ? അതുകൊള്ളാം.
അന്നുള്ള നിന്റെ ആത്മവിശ്വാസം ഇപ്പൊ എവിടെ പോയി? വെറും ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന് ഡാൻസിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഒരു കല്യാണി ഡാൻസ് മത്സരത്തിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോ വർഷങ്ങളോളം ഡാൻസ് ചിട്ടയായി പഠിച്ച നിന്റെ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ എവിടെ പോയി? അപ്പൊ നിന്റെ മനസ്സിൽ ഭയം വന്നു എന്നർത്ഥം, അതല്ലേ ശരി? മത്സരത്തിൽ ജയിക്കാൻ മനസ്സിൽ ധൈര്യവും ആത്മവിശ്വാസവും വേണം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാകാൻ പോകുന്ന പെണ്ണിന്റെ കണ്ണിൽ വേണമെങ്കിൽ അല്പം അഹങ്കാരമാവാം, പക്ഷേ ഭയമുണ്ടാവാൻ പാടില്ല. ആദ്യം പറഞ്ഞതുപോലെ മത്സരം നീ ജയിക്കുന്നു. നിനക്കിത് ജീവിതം വെച്ചുള്ള മത്സരമാണെങ്കിൽ എനിക്കിത് മാനവും തൃച്ചംബരത്തിന്റെ അന്തസ്സും അഭിമാനവും വെച്ചുള്ള കളിയാ. മൈൻഡ് ഇറ്റ്. നിനക്ക് പോവാം. വാ. ഇപ്പൊ മനസ്സിനൊരു സുഖം തോന്നുന്നു. ഒന്നുമില്ലെങ്കിൽ അഖിലാണ്ടേശ്വരിയുടെ മനസ്സൊന്ന് കലക്കാൻ പറ്റിയല്ലോ. ഭയം വന്നു തുടങ്ങിയത് ഗംഗയുടെ മനസ്സിൽ മാത്രമല്ല, അഖിലാണ്ടേശ്വരിയുടെ മനസ്സിലും കൂടിയാണ്. അമ്മയ്ക്ക് ചുമയാണെന്ന് മനസ്സിലാക്കി രഹസ്യമായി അടുക്കളയിൽ വന്ന് ഔഷധരസം തയ്യാറാക്കിയ കല്യാണിയുടെ മനസ്സ് അമ്മയ്ക്ക് മനസ്സിലാവാത്തതോ അതോ മനഃപൂർവ്വം മനസ്സിലായില്ലെന്ന് നടിക്കുന്നതോ? തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഞാനല്ലേ നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയത്? എനിക്ക് വേണ്ടി എത്ര റിസ്ക് എടുത്താൽ അവള് ചിക്കൻ ഉണ്ടാക്കിയത്, എന്നിട്ട് അതിനൊരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. കല്യാണിയെ വിളിച്ചൊന്ന് താങ്ക്സ് പറഞ്ഞേക്കാം. കല്യാണി എന്താ ഫോൺ എടുക്കാത്ത? കുറച്ചു നേരമായല്ലോ റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആരുടെ ഫോണാ ഇത്? അല്ല, ഇനി ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണോ? ആയിരിക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവിടെ എവിടെയാണല്ലോ റിങ് കേട്ടത്. അല്ല, ഇവിടെ ഉള്ളവളുമാരൊക്കെ എവിടെ പോയി? എല്ലാത്തിനും കാശ് മാത്രം മതി, പണിയെടുക്കാൻ വയ്യ. ഫോൺ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് പൊയ്ക്കോളും, ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്. ആശങ്ങളും
എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. വീണ്ടും റിങ് കേൾക്കുന്നല്ലോ. ഇത് ഇവിടെ എവിടെയോ ആണ്. ആ. കല്യാണിയുടെ ഫോണാണല്ലോ. ഏട്ടൻ ഇതെങ്ങനെ ഇവിടെ വന്നു? ഇന്നലെ അഖില മാഡം ചുമക്കുന്നത് കണ്ടിട്ട് കല്യാണി ഫോണിലൂടെ പറഞ്ഞു തന്ന് ഉണ്ടാക്കിയ രസമാണ്. ഓ, അപ്പൊ അവള് ഫോൺ വഴി രസക്കൂട്ട് പറഞ്ഞു കൊടുത്തതല്ല, ആരും അറിയാതെ കിച്ചണിൽ കയറി രസം ഉണ്ടാക്കിയതാ. ശരിയാക്കി തരാം. യഥാർത്ഥ രസം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഏതായാലും ആദ്യം ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ പ്രണയരോഗി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കില്ലേ. ഇപ്പൊ സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നത്. അവൾക്ക് ഇതെന്താ പറ്റിയത്? നീ നോക്കിക്കോ, ഇത് വെച്ചൊരു കളി ഞാൻ കളിക്കും. ഇതാണ് സംഗമസ്ഥാനം. കാമുകി ഫോൺ എടുക്കാത്തോണ്ട് മൊയ്തീൻ ഇപ്പൊ രംഗപ്രവേശം നടത്തും. മൊയ്തീന്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ച് ഔട്ട് ഹൗസ് കാഞ്ചനമാലയും രംഗപ്രവേശം നടത്തും. ഇന്ന് നടക്കാൻ പോകുന്നത് രണ്ടുപേർ തമ്മിലുള്ള സംഗമമല്ല, ത്രിവേണി സംഗമം. വാ, ഇന്ന് കൈയോടെ പിടിക്കാൻ ഞാൻ. ഇളയമ്മ എന്താ ഇവിടെ? കല്യാണി ഫോൺ എടുക്കാത്ത എന്താണെന്നൊന്ന് ചോദിക്കാന്ന് കരുതിയപ്പോ തടസ്സമായിട്ട് കയറി വന്നിരിക്കുന്നുണ്ടല്ലേ. ഇനിയിപ്പോ എന്താ ഒരു വഴി?
ആ അടുക്കളക്കാരിയെ കാണാൻ വന്നിട്ട് എന്നെ കണ്ടപ്പോ അവൻ അഭിനയിക്കുന്നു. മൊയ്തീനെ, ഇന്ന് നീ കാഞ്ചനമാലയെ കണ്ടത് തന്നെ. നിന്നെ ഇപ്പൊ കാണിച്ചു തരാം. ആനന്ദ്, ഇളയമയോ?